പുത്രനായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അവർ ഭൂമിയിൽ അനുഗ്രഹമായിരിക്കാൻ കൃപ ചെയ്താട്ട് എല്ലാറ്റിന്റെയും മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ ശുശ്രൂഷ ഇന്ന് പകലിൽ ഇത്രത്തോളം സർവശക്തനായ ദൈവം നമുക്ക് ചെയ്ത് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് ചില ഫെലിസിറ്റേഷനാണ്, ആശംസാ സന്ദേശങ്ങളാണ്. നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് തന്നെയാണ് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം അധികം ആക്കുകയില്ല. വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പോലെ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ ജീവൻ, സി ജോസഫ്, അക്സ മാത്യു, അവരെ രണ്ടുപേരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിലേക്ക് ഉഭയസമ്മതത്താലും ദൈവത്താലും ദൈവവചനത്താലും ബന്ധിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പദമൂന്നിരിക്കുന്ന നവകുടുംബത്തിന് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കറ്റോട് സഭയുടെ എല്ലാവിധ മംഗളങ്ങളും ഈ തരുണത്തിൽ ആശംസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കറ്റോട് ഞങ്ങളുടെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നാണ്. തകടിയിൽ പുത്തമ്പറമ്പിൽ വീട്, ആ ഭവനത്തെ ഓർത്ത് വീണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ബാവുച്ചാൻ, ഞങ്ങളുടെ സഭയുടെ ബാവുച്ചാനെന്ന് ഞങ്ങൾ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇ എം ചാക്കോ ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്തൃവേലയ്ക്ക് ചുമൽ കൊടുക്കുന്നതിൽ ആ കുടുംബം വളരെ ശ്രദ്ധാലുക്കളാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ ഉള്ള ഈ ഇന്ന് കുടുംബയോഗത്തിലേക്ക് പ്രവേശിക്കുക ജീവനെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തുടർന്ന് ചില ആശംസാ സന്ദേശങ്ങളാണ്. ഞാൻ പേര് പറയുന്ന ക്രമത്തിൽ നിങ്ങൾ കടന്നു വന്ന് 2-3 മിനിറ്റിൽ കൂടുതൽ എടുക്കാതെ ആശംസാ വാക്കുകൾ ഓർപ്പിക്കുവാൻ ഇത്തരത്തിൽ ഓർപ്പിക്കുന്നു. പ്രാരംഭമായി പാസ്റ്റർ തോമസ് മാത്യു ചെന്നൈ മുൻപോട്ട് കടന്നു വന്ന് ചില ആശംസാ വാക്കുകൾ ഓർപ്പിക്കും. അതിനുശേഷമായിട്ട് ബ്രദർ MB വർഗീസ് ഞങ്ങളുടെ സഭയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഈ കാര്യം നിർവഹിക്കാറുള്ളത്. എന്നാൽ സെക്രട്ടറി വരൻ്റെ പിതാവ് ആയതുകൊണ്ട് ജോയിൻറ്റ് സെക്രട്ടറി മുൻപോട്ട് കടന്നു വന്ന് ആശംസാ വാക്കുകൾ ഈ തരണത്തിൽ ഓർപ്പിക്കുകയും സഭയുടെ ഒരു പാരിതോഷികം ഈ തരണത്തിൽ തന്നെ
അത് നൽകുകയും ചെയ്യും എന്ന വസ്തുത ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അത് വധുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കർത്തൃദാസൻ ഈപ്പൻ, അത് AG ഈപ്പൻ, അത് മുൻപോട്ട് KC ഈപ്പൻ മുൻപോട്ട് കടന്നു ചില വാക്കുകൾ ഈ തരണത്തിൽ ഓർപ്പിക്കും. എല്ലാ നിലകളിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പെട്ടെന്ന് പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. പ്രിയ ജിബിൻ്റെ വിവാഹത്തിന് വേണ്ടി എല്ലാവരും പലരും പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് പ്രത്യേക ഒരു കാരണമുള്ളത് എന്തെന്ന്, ജിബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇതൊരു സെക്കൻഡ് ലൈഫാണ്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, തൻ്റെ ഏക സഹോദരൻ ജോബിൻ്റെ വിവാഹാനന്തരം ചെന്നൈയിൽ ഒരു റിസപ്ഷൻ നടക്കുകയാണ്. അതിനുള്ള ബന്ധത്തിൽ പ്രിയ ജിബിൻ എന്ന ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് നടക്കുവാനിടയായി. തന്നോടൊപ്പം യാത്ര ചെയ്ത പലരും മരിച്ചുപോയി. എന്നാൽ ആ സ്ഥാനത്ത് ദൈവം പ്രിയ പൈതലിന് ഒരു ജീവൻ കൊടുത്ത് അവനെ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇത്രത്തോളം ആരോഗ്യവാനായി കണ്ടതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. വെല്ലൂർ CMCയിലേക്ക് പ്രിയ പൈതലിനെ രക്തത്തിൽ ഞാൻ വാരി എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്, അവൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം അവൻ്റെ മേലുണ്ടായിരുന്നത് അനുഭവം എനിക്ക് ഇന്നെന്ന് പോലെ ഓർക്കുവാൻ കഴിയുന്നു. അതിന് വ്യക്തമായ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്ത ഒരു മാതാപിതാക്കളുടെ ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ അല്ലെങ്കിൽ അപ്രകാരം ദൈവം കണ്ട ഒരു പൈതലായതിനാൽ മാത്രമാണ്. ഞാൻ ദൈവത്തെ ധാരാളമായി സ്തുതിക്കുന്നതിൻ്റെ പ്രത്യേക ഒരു കാരണം എന്ന് ചോദിച്ചാൽ, പ്രിയ EM ചാക്കോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു ജ്യേഷ്ഠതുല്യ സഹോദരൻ, ഞാൻ സ്നേഹിക്കുന്ന പ്രിയ ബാബുച്ചാൻ, പ്രിയ ആൻറ്റി, ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെ ഞാൻ ഇടപഴകുകയും ആ ഭവനം എനിക്കൊരു അന്യമല്ല. എൻ്റെ ഒരു പാസ്റ്റർ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ആ ഭവനം എൻ്റെ ഒരു സ്വന്തം കുടുംബം പോലെയാണ്. അവിടുത്തെ മൂത്ത മകൻ ജോബിൻ, അതുപോലെ തന്നെ സുനു, അവർക്കൊരു കുഞ്ഞുണ്ട്. ആ കുടുംബം ചെന്നൈയിലുള്ള ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ഒരു അഭിഭാജ്യ ഘടകമാണ്. ദീർഘ 17 വർഷമായി പ്രിയ ജോബിൻ എൻ്റെ കൂടെ എൻ്റെ ശുശ്രൂഷയിൽ എനിക്കൊരു കൈത്താങ്ങലായി ചെന്നൈയിലുള്ള ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മീഡിയ മിനിസ്ട്രീസിൻ്റെ ഏറ്റവും ഉത്തരവാദിത്വം വഹിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ജിബിനെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് ദ മാൻ ഓഫ് സിൻസിറിറ്റി, പ്രാക്ടിക്കൽ വിസ്ഡം, മോർ ദാൻ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഹിസ് ലൈഫ്. I believe that, Aksa, you are so blessed because you got such a great man in your life. And he is the person who is not like that talkative, like talk much others what you respect. But I could say that a hiding capacity which he is having is the person of love. He may not express it outside, but he is the person who is having full of love. Only thing, let me say one thing, that you should be submissive, then your family life will be grateful and you are going to be a blessed, you are going to have a blessed family life. ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ചെന്നൈയിലുള്ള സഭയിൽ പലരും ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. ആമേൻ. സർവശക്തനായ ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനത്തിൽ നാം കേട്ടതുപോലെ ആമേൻ, തലമുറകളുടെ നന്മകൾ കണ്ട് ദേശത്ത് വിശ്വസ്തരായി ജീവിക്കുന്ന ഒരു വിശ്വസ്ത കുടുംബമായി തീരുവാൻ അവരെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. EM ചാക്കോ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, പ്രിയാൻ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കൂടെ പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ആതുര സേവനം കൊണ്ട് മറ്റുള്ളവരെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവാണ്. ആമേൻ. Aksa, you got it today. So you are so blessed. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ളതായ എല്ലാവിധ പ്രാർത്ഥനകളോടും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ വിവാഹത്തിലൂടെ ഭാര്യ ഭർത്താക്കളായി തീർന്നിരിക്കുന്ന ജോബിനും അച്ഛാമ്മക്കും അതുപോലെ സഹസിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും
വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. തകടിയിൽ പുത്തമ്പറമ്പിൽ കുടുംബം കത്തോലിക്ക സഭയ്ക്ക് ഒരു അനുഗ്രഹപ്പെട്ട കുടുംബമാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഔദ്യോഗിക ജോലിയോടുള്ള ബന്ധത്തിൽ ശ്രീ ബാബു ബ്രദറും കുടുംബമായി വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെയും ആയിരുന്നു. എങ്കിലും മിഷണറി പ്രവർത്തനങ്ങൾക്ക് തന്നാലാകുമ്പോൾ ചുമൽ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. പ്രിയ ബാബു ബ്രദറ് അല്ല EM ചാക്കോ ബാബു ബ്രദറ് ഞങ്ങളുടെ സഭയ്ക്കൊരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറിയായി ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൊക്കെയും ആയിരുന്നപ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 60 കിലോമീറ്റർ 70 കിലോമീറ്ററൊക്കെയും ബൈക്കിൽ യാത്ര ചെയ്ത് കടന്നു വന്നതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെയും സാക്ഷ്യങ്ങൾ കൂടി ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. ആ പ്രിയ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിവാഹിതരായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് കൂടുതലായി ഒന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കുടുംബജീവിതം എന്നും പട്ടമത്തയുടെ അനുഭവമൊന്നുമല്ല. വളരെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അവിടെയൊക്കെയും പിടിച്ചു നിൽക്കുവാൻ വേണ്ട കൃപ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ 2 ഭവനത്തെപ്പറ്റി പറയുന്നവരുണ്ട്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അടിസ്ഥാനമിട്ട് ബുദ്ധിയുള്ള മനുഷ്യൻ പണിത ഒരു ഭവനവും ബുദ്ധിഹീനനായ മനുഷ്യൻ പണിത ഒരു ഭവനത്തെപ്പറ്റിയും പറയുന്നവരുണ്ട്. നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ പണിത ഭവനം കാറ്റും കൊടുങ്കാറ്റും തിരുമാലയൊക്കെ അടിച്ചെങ്കിലും അത് തളർന്നു പോകാതെ അത് നിലനിൽക്കുവാനിടയായി. എന്തുകൊണ്ടാണ്? അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരുന്നു. ആ പാറ ക്രിസ്തുവാകുന്നു. പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് നിങ്ങളുടെ കുടുംബജീവിതം നയിച്ചാൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും തകർന്നു പോകാതെ താളടിയായി പോകാതെ ആ ക്രിസ്തുവാകുന്ന പാറ, ആ ദൈവം, ആ യേശു നിങ്ങളെ കാത്തുകൊള്ളും എന്നുള്ള ആശംസയോടുകൂടി കട്ടോട് IPC ക്രിസ്ത്യൻ അസംബ്ലി സഭയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് സഭയുടെ വകയായി ചെറിയൊരു ഉപഹാരം ഇപ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നൽകിക്കൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, ഇന്ന് ഈ വിശുദ്ധ വിവാഹത്തിന് സാക്ഷികൾ ആകുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കി തോർത്തി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ശരിക്കും അക്ഷയുടെ ജീവിതത്തിൽ വചനം പഠിച്ചതും അവൾ ശരിക്കും ഒരു ദൈവവേദനായി ജീവിക്കാനുള്ള ആ പ്ലാറ്റ്ഫോം കൊടുത്തത് ഞങ്ങളാണ്. ഞങ്ങളവിടെ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. ഞങ്ങളുടെ ചർച്ചിൻ്റെ, അതായത് റെണൂക്കൂട്ട്, അക്ഷയുടെ പിതാവ് അച്ഛനുഞ്ഞ ബ്രദർ ജെസ്സി, ഞങ്ങളെല്ലാം ആദ്യത്തെ ബെല്ലായിലെ ജോലിക്കാരായിരുന്നു. ഞാനവിടെ 28 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലി വിട്ടു പോകുമ്പോൾ അവൾ +1 പഠിച്ചുകൊണ്ടിരിക്കുക മോള്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഫോണിൽ കൂടെയൊക്കെ ബന്ധപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ സൺഡേ സ്കൂളിലും ഞങ്ങളുടെ യൂത്ത് പ്രോഗ്രാമിനും ഒക്കെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവൾ. എല്ലാ നല്ല സ്വഭാവങ്ങളും, പിന്നെ ഇച്ചിരി കോമ്പറ്റേറ്റീവ് മൈൻഡുണ്ട് അവർക്ക്. തോറ്റു കൊടുക്കാൻ അത് മത്സരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നല്ല ഒരു 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 നല്ല പ്ലാറ്റ്ഫോം ദൈവം കൊടുത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം. നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ജോലി കൊടുത്തു. അപ്പോൾ തന്നെ പ്രിയ ജിബിൻ, ഞാൻ സൈലാസ് പാസ്റ്റർ എന്ന് വിളിക്കുന്ന പുറയിരിക്കുന്ന ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ ഇതിൻ്റെ ചെന്നൈ റീജിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പുള്ളിയുടെ അസോസിയേറ്റഡ് പാസ്റ്ററായിട്ട് ഞാൻ ലാസ്റ്റ് ഇയർ 1 വർഷം ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ മോൻ അവിടെ വന്ന് പരിചയപ്പെടാനും, പ്രത്യേകിച്ച് ജോബിനും അതിലെ വൈഫൊക്കെ ആയിട്ട് നല്ല ഒരു സ്നേഹബന്ധം പുലർത്തുവാനും കർത്താവ് ഇടയാക്കി. ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അച്ചായനും അമ്മ മോള് പ്രസവിച്ച് കിടന്ന സമയത്തൊക്കെ പോകാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.
ആമേൻ ഹല്ലേലൂയ. ജിബിനെ വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മോളെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, മാരേജ് ഈസ് ദ യൂണിയൻ ഓഫ് ടു ഫോർഗിവേഴ്സ്. മാരേജ് ഈസ് ദ യൂണിയൻ ഓഫ് ടു ഫോർഗിവേഴ്സ്. പരസ്പരം ക്ഷമിച്ച്, പരസ്പരം പുറത്ത് എന്ത് വിഷയമുണ്ടെങ്കിലും അത് പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിങ്ങൾക്കുണ്ടാകും. ഇൻ ഫാമിലി ലൈഫ് ദർ ഈസ് നോ റീപ്ലേസ്മെൻറ്റ്, ഓൺലി റിപ്പയറിങ്. നോ റീപ്ലേസ്മെൻറ്റ്, നോ ഓൺലി റിപ്പയറിങ്. രൂത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ ആൾക്കാർ, പട്ടണത്തിലെ ആൾക്കാർ പറയുന്നുണ്ട്, ഷീ ഈസ് എ വുമൺ ഓഫ് നോബിൾ ക്യാരക്ടർ. എല്ലാ നോബിൾ ക്യാരക്ടറുമുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലിനെയാണ് കർത്താവ് ജിമിനെ തന്നിരിക്കുന്നത്. അതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മായിമ്മയോട് പറ്റി നിന്നു, അല്ലേ? എങ്ങനെ പറ്റി നിന്നു. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കർത്താവ് കൊടുക്കട്ടെ. അപ്പോൾ തന്നെ ജോൺ മാത്യു ജോൺ, പുള്ളി ബനാറസിലെ ശക്തനായ ഒരു ദൈവദാസനായിരുന്നു. ഇപ്പം ഞാൻ കണ്ടു പുള്ളി ഇവിടെ ഈ മാരേജിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനായിരിക്കുന്ന ചർച്ച്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോബൽ പീസ് അസംബ്ലി ഓഫ് ചർച്ച് ബാംഗ്ലൂർ, അപ്പോൾ തന്നെ റെനൂക്കൂട്ട് ഉള്ള ആ ചർച്ചിൻ്റെയും ബിഹാഫിൽ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനുവേണ്ടി ജീവൻ്റെ പിതാവ് ബ്രദർ EM ചാക്കോയെ മുൻപോട്ട് ക്ഷണിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാരംഭമായി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷത്തെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലമായിട്ട് ഇന്ന് ആ നല്ല സുദിനം കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നതോർത്ത് ഞാൻ ദൈവത്തെ ആയിരം സ്തുതി ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നത് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടാണ്. അവർക്ക് സ്വന്തമായിട്ട് അവർ സെലക്ട് ചെയ്തവർ പോയിരുന്നവർ നമുക്കൊന്നും പറയാനൊക്കത്തില്ലായിരുന്നു. എന്നാൽ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ഞങ്ങളെ അനുസരിച്ച് ഇന്ന് ഈ നല്ല അവസരത്തിന് വേണ്ടി അവർ തയ്യാറായി ഇവിടെ വന്നതോർത്ത് ഞങ്ങൾ രണ്ടുപേർക്കും പ്രത്യേകമായ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അക്സയുടെ പേരൻസ് പ്രിയ രണ്ടുപേർക്കും, മാതാവിനും പിതാവിനും ഞങ്ങളുടെ വളരെ നന്ദി അറിയിക്കുന്നു. അവർ എഗ്രി ആയതുകൊണ്ടാണല്ലോ ഇന്നിങ്ങനെ ഒരു വിവാഹം ഞങ്ങളുടെ മകന് വേണ്ടി അവരുടെ മകളെ ഭാര്യയായിട്ട് തരുവാൻ അവർ സമ്മതം മൂളിയത് കൊണ്ടാണല്ലോ ഇന്നിങ്ങനെ ഒരു അവസരത്തിലേക്ക് കടന്നു വരാനിടയായത്. ആ കുടുംബത്തിനോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ഇന്ന് ഈ അവസരം ലഭ്യമായതിന് കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു വലിയ പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ വലിയ കണ്ണുനീരാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. ദൈവനാമത്തിന് സ്തോത്രം. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന IPC ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ക്രിസ്ത്യൻ അസംബ്ലിയുടെ എല്ലാ വിശ്വാസികൾക്കും ഞാൻ എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ജിബിൻ്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ വിഷയം സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുത്ത് സഭ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്തു. എല്ലാ സഭാവിശ്വാസികൾക്കും പ്രത്യേകിച്ച് പാസ്റ്ററിനും കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലം കടന്നു വന്ന് ഈ ശുശ്രൂഷ നിർവഹിച്ച പാസ്റ്റർ ഫിലിപ്പി തോമസ് അവർക്ക് തൻ്റെ വളരെ ബിസിയായിട്ടുള്ള ലൈഫിൽ, ആത്മീയ ജീവിതത്തിലുള്ള ലൈഫിൽ ഇങ്ങനെ ഒരു സമയം വേർതിരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കടന്നു വരികയും ഈ വിവാഹ ശുശ്രൂഷ മംഗളപരമായി அதை ആശീർവദിക്കുകയും ചെയ്ത പ്രിയ കർത്തദാസന് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളുടെ കൃതജ്ഞത ഈ സമയം ഞങ്ങൾ അറിയിക്കുകയാണ്. There are friends of both Jibin and Aksa who came from Chennai, Bangalore, Delhi, Dubai and various parts of Kerala to participate in this ceremony. Our family is really thankful to you all for your coming here, blessing the occasion and be part of this ceremony. I once again thank you all for coming here.
ഇന്ന് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന കർത്തൻ്റെ ദാസന്മാർ എല്ലാവരും ഉണ്ട്. എനിക്ക് സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് പേരെടുത്ത് ഞാനൊന്നും പറയുന്നില്ല. ചെന്നൈയിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, അങ്ങനെ നമ്മുടെ ഈ തിരുവല്ലയുടെ പല ഭാഗത്ത് നിന്ന് കടന്നു വന്നവരുണ്ട്, കണ്ണൂരിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. അങ്ങനെ കടന്നു വന്ന എല്ലാ കർത്തദാസന്മാർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവും നന്ദിയും ഈ സമയം ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ചാർച്ചക്കാർ, അതുപോലെ തന്നെ ഞങ്ങളോടൊത്ത് നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അനേകർ ഇപ്പോൾ കുടുംബമായിട്ട് നാട്ടിൽ പാർക്കുന്നുണ്ട്. പെൻഷന് ശേഷം അങ്ങനെ കടന്നു വന്നവരുണ്ട്, അവധിക്ക് കടന്നു വന്നവരുണ്ട്. അങ്ങനെ കടന്നു വന്ന എല്ലാവരോടുമുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി ഞങ്ങൾ ഈ സമയം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാർ, ജിബിൻ്റെ കൂട്ടുകാർ പലര് അങ്ങനെ പല ഭാഗത്തു നിന്ന് കടന്നു വന്നവരുണ്ട്. എല്ലാവരോടും ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഒറ്റ വാക്കിൽ ഞങ്ങളുടെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഈ ഓഡിറ്റോറിയവും ഈ ചാപ്പൽ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ അതോറിറ്റീസിനോടും ഞങ്ങളുടെ കൃതജ്ഞതയും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു തന്ന ആഹാരത്തിൻ്റെയും അതുപോലുള്ള മറ്റെല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന എല്ലാ ഏജൻസികൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ സന്തോഷിപ്പിച്ച കോയർ ടീമിന് ഞങ്ങളുടെ നന്ദിയും കൃതജ്ഞതയും ഈ സമയം ഞങ്ങൾ അറിയിക്കുകയാണ്. അതിലുപരിയായി എല്ലാത്തിനുപരിയായിട്ട് സർവശക്തനായ ദൈവത്തിന് സകല സ്തുതിയും സ്തോത്രവും നന്മ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരേ ഒരു റിക്വസ്റ്റ് മാത്രം എല്ലാവരോടുമുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ കൃതജ്ഞതയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ശുശ്രൂഷകളെ ഒക്കെ കർത്താവ് ആദരിച്ചു. കർത്തൃദാസന്മാരെ കർത്താവ് ഉപയോഗിക്കാൻ തക്കവണ്ണമിടയായി തീർന്നല്ലോ. ദൈവകരങ്ങളിൽ പിന്നെയും നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്തൃദാസൻ പാസ്റ്റർ സണ്ണി മുൻപോട്ട് കടന്നു വന്ന ഇത്തരണത്തിൽ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, വിശേഷനായ കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ നിന്റെ പരിശുദ്ധാത്മാവ്, നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും ആഴമായ വചനങ്ങൾ സംസാരിപ്പാനും നിന്റെ ശ്രേഷ്ഠദാസന്മാരെ നീ അഭിഷേകം ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ് നാഥ. വചന ശുശ്രൂഷയിൽ കേട്ടവർ അത് റെസ്പോണ്ട് ചെയ്തവർ സ്വീകരിച്ചവർ അത് പ്രകാരം ജീവിപ്പാൻ ഇന്ന് പകൽ കർത്താവ് ഒരു തീരുമാനമെടുത്ത് പോകുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വിവാഹം ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരെ ധാരാളമായി നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവരുടെ കുടുംബജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നേരുന്നു കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കടവുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. ശിശുവിൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കിട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും ആശീർവാദങ്ങളും നാം ഏവരോടും വിശേഷാൽ നവകുടുംബത്തോടും കൂടെ സദാകാലം ഉണ്ടായിരിക്കുമാറാകട്ടെ.